ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പോൾ നമ്മളൊരു ഗെയിമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ട്രക്ക് സിമുലേറ്ററാണ് എടുത്തിട്ടുള്ളത്. സോ ഇതിനു മുമ്പ് ഞാൻ ഈ ഗെയിം കളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കളിക്കുക, ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിം വേണമെന്നുണ്ടെങ്കിൽ സോ എൻ്റെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ പിന്നെ എന്താ, ഈ ഇങ്ങനത്തെ ഗെയിംസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനത്തെ ഗെയിമാണ് വേണ്ടത്, ഏത് ഗെയിമാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൊബൈൽ കളിക്കാൻ പറ്റുന്ന ഗെയിമുകളെല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, എങ്ങനത്തെ ഗെയിം വേണമെന്നുള്ളത് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിവേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. സോ കളിച്ച് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഡ്രൈവറിനെയൊക്കെ സെലക്ട് ചെയ്ത് പ്ലെയർ, അതേപോലെ തന്നെ നമ്മളൊരു സ്റ്റേജ് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം വണ്ടി കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിയുടെ ഒരു ബോഡി, ഫ്രണ്ട് ബോഡി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരുകൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സോ നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിലുള്ള തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. തെറ്റുകൾ ഉണ്ടാവാം ഒക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മളിതൊക്കെ റെഡിയാക്കുന്നതായിരിക്കും. സോ നമുക്കിത് ഫസ്റ്റ് ആദ്യം നമുക്ക് കിട്ടുന്ന വണ്ടിയുടെ ഫ്രണ്ട് ബോഡി മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് നേരെ വണ്ടി കൊണ്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ ബോഡി കണക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. ഓൾറെഡി ഇതൊരു വലിയ ട്രക്കായിട്ടാണ് ഇത് കൊണ്ടുപോകുന്ന സംഭവം. പിന്നെ ഇത് നമ്മൾ നേരത്തെ ബാക്കിലോട്ട് കൊണ്ടുപോയി ജോയിൻ ചെയ്യിക്കുക കേട്ടോ. ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. സോ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സാധനം ഇതെങ്ങനെ ഈ ഗെയിം വരുന്നതെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ ലോഡ് എടുത്ത് മറ്റൊരു കമ്പനിയിൽ കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കുക. അതാണ് നമുക്കുള്ള ജോലി എന്ന് പറഞ്ഞാൽ. നമ്മളിതൊരു ജോലി ചെയ്യും പോലെയാണ്. നമ്മൾ ട്രക്ക് ഓട്ടിക്കുന്ന ഒരു ഡ്രൈവറാണ് ഇതിനകത്ത്. സോ നമുക്ക് തന്നെ ഡ്രൈവറിനെ ഈ ഗെയിമിൽ തിരഞ്ഞെടുക്കാം, ആരെ വേണം എന്നുള്ളത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. കമ്പനി, നമ്മളെ ഡ്രൈവിംഗ് കമ്പനി ഉണ്ടാവും, കമ്പനിയുടെ പേര് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവറിൻ്റെ പേര് നമ്മൾ കൊടുക്കാം. അങ്ങനത്തുള്ള കുറേ പരിപാടികളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. സോ അതിൽ നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നമുക്ക് ഒരുപാട് വണ്ടികളുണ്ടാവും. ആ വണ്ടികളും കൊണ്ട് നമ്മൾ ഇവർ പറയുന്ന സ്ഥലത്തോട്ട് മാപ്പിൽ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന ഒരു സിഗ്നലിലോട്ട് കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഒരു പെറ്റി കിട്ടുന്നുണ്ട്. അതായത് ഞാൻ വളച്ചെടുക്കാൻ പറ്റിയ സമയം താമസിച്ച് സിഗ്നൽ വീണു. $50 നമുക്ക് മൈനസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വണ്ടി തട്ടുന്നുണ്ട്. വണ്ടിക്ക് ഡാമേജ് വരുന്തോറും നമുക്ക് സിഗ്നൽ കുറഞ്ഞു, അതായത് നമുക്ക് ഡാമേജ് കിട്ടുന്നവർ നമ്മളെ ശമ്പളത്തിൽ നിന്ന് കട്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഗെയിമിൻ്റെ ഇത് വരുന്നത്. സോ നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ പോകുന്നത് മാപ്പിൽ കാണിക്കുന്ന വഴിയിലോട്ടാണ്. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ കുഴപ്പമില്ലാത്തൊരു ഗെയിം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യാട്ടോ. ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ടുണ്ട്. സോ ഈ വണ്ടി ഇത് നമ്മൾ ഈ ഗെയിമിൻ്റെ അടുത്ത എപ്പിസോഡുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പറയുമെങ്കിൽ മാത്രമേ ഞാൻ ഈ ഗെയിം ട്രൈ ചെയ്യുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഗെയിം എടുക്കും കേട്ടോ. വേറെ ഗെയിം എടുത്തിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ കുറച്ചൊരു 2-3 സ്റ്റേജ് ഓഫ് റോഡുകളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ എനിക്കിത് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ എടുക്കുന്നതോടെ തന്നെ കേട്ടോ ഞാൻ ഈ ഗെയിം കളിക്കുന്നതും. പിന്നെ അതേപോലെ തന്നെ ഈ ഗെയിമിനകത്ത് നമുക്ക് ട്രോളൊക്കെ വരുന്നുണ്ട്. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഉണ്ട്, നമുക്ക് ഹസാർഡ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വർക്ക് ആകുന്നുണ്ട്. പിന്നെ ഒരു വയർലെസ്സിൻ്റെ സാധനമുണ്ട്, വൈപ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇച്ചിരി ഒറിജിനാലിറ്റി ഒക്കെ തോന്നിക്കും. ഇതിന് ഈ നമ്മളിങ്ങനെ പുറത്തുനിന്ന് കളിക്കുന്നതിനെക്കാട്ട് ഈ വണ്ടിയുടെ ക്യാബിനകം കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. സോ പിന്നെ അതേപോലെ തന്നെ എനിക്ക് വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. എനിക്ക് ഞാൻ ഗെയിം ഫസ്റ്റായിട്ട് കളിക്കുന്നതുകൊണ്ടായിരിക്കാം, അതോ ഇങ്ങനെ ഇത്രയും വലിയ ട്രക്കിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോ ഇങ്ങനെ കുഴപ്പമുണ്ട്. നമ്മളെ ഡ്രൈവർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്, വണ്ടിക്ക് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് വണ്ടിയുടെ ക്യാബിനകത്ത് സെറ്റപ്പ് മൊത്തവും. അടിപൊളി കേട്ടോ വണ്ടിയുടെ ക്യാബിനകം. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിലും വലിയ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സോ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, വണ്ടിയുടെ ക്യാബിനകമൊക്കെ സെറ്റായിട്ടുണ്ട്. ഒരു ഒറിജിനാലിറ്റി ചെറുതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരുപാട് വണ്ടികൾ മേടിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഡോളർ കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ തോറും നമ്മുടെ വണ്ടി തട്ടുകയോ ഇനി സിഗ്നൽ നമ്മൾ തെറ്റിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാലറിയിൽ നിന്ന് അവർ കട്ട് ചെയ്യും കേട്ടോ. അതാ പരിപാടി. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ വണ്ടിയുടെ വെയിറ്റ് ഒക്കെ തൂക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുക. നമ്മൾ വെയിറ്റ് നോക്കുന്ന സംഭവം ഇതിൻ്റെ കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ നമ്മളിത് വെട്ടിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് $500 ഫൈൻ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈൻ വരാതിരിക്കാൻ വണ്ടി ഇവിടെ നിർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ബോർഡിൽ കണ്ടിന്യൂ കാണിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം കേട്ടോ. വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് നേരെ പോകാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തുള്ള സാധനം എന്ന് പറഞ്ഞാൽ, നമുക്ക് അടുത്ത് വരുന്നത് ഒരു ട്രോൾ ഉണ്ടാവും. അപ്പോൾ ട്രോളിന് മുമ്പ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏകദേശം
ഏകദേശം എനിക്ക് തോന്നുന്നു 6 വണ്ടികളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ബാക്കി ഇരിക്കുന്ന വണ്ടികൾ 6, നമ്മുടെ ട്രക്കും കൂടെ കൂട്ടി 7 വണ്ടികളുണ്ട് കേട്ടോ. നമ്മൾ 7 വണ്ടിയായിട്ടാണ് പോകുന്നത്. സോ ഗൈസ്, ഈ വണ്ടിക്ക് എത്ര ടയർ ഉണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എണ്ണം എടുത്തിട്ടില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എത്ര ടയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ 360 ഡിഗ്രി ഇട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പൗസ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. ഈ വണ്ടിക്ക് ഇത്ര ടയർ ഉണ്ട്, ഈ ട്രക്കിന് എത്ര ടയർ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ഇട്ടാൽ കേട്ടോ. അതായത് നമ്മൾ ബാക്കിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയുടെ കണക്കെടുക്കണ്ട. സോ നമ്മുടെ വണ്ടിക്ക് നമ്മുടെ ട്രക്കിന് എത്ര കണക്കുണ്ടെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടുത്ത് ട്രോള് വന്നിട്ടുണ്ട് ഗൈസ്. ട്രോള് ഇവിടെ നമ്മുടെ ഇതിൽ നിന്ന് $25 എങ്ങാണ്ട് കട്ടാവും. സോ അതൊന്നും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കത്തില്ല കേട്ടോ. $25 എങ്ങാണ്ട് കട്ടാവും. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ എവിടെ കൊണ്ട് തട്ടിയെന്ന് പറഞ്ഞാലും തട്ടിനനുസരിച്ച് നമ്മുടെ $50 വെച്ച് പിടിക്കുന്നതായിരിക്കും കേട്ടോ. $50 നമ്മുടെ സാലറിയിൽ നിന്ന് കട്ടാവും. ഇവിടെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക, അപ്പോഴത്തേക്ക് ഇവർ നമുക്ക് ഗേറ്റൊക്കെ തുറന്നു തരും. ആ സമയത്ത് നമുക്ക് പോകാമെന്നുള്ള കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് വെർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് നമുക്ക് പാർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതേപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഹോട്ടലുണ്ടാവും, റൂം എടുത്ത് താമസിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു 20 മിനിറ്റോളം തന്നെ ഒരു ഗെയിം നമുക്ക് ഒരു സ്റ്റേജ് നമുക്ക് കളിക്കാൻ പറ്റും കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കുറച്ച് ഒറിജിനാലിറ്റി തന്നെ അത്യാവശ്യം ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ ഈ വണ്ടിക്കകത്ത് നിന്ന് ക്യാബിനകത്ത് കയറി നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തെ ഒരു ഫീല് നമ്മൾ ക്യാബിനകത്തിട്ടാൽ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇനി ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 61 കിലോമീറ്ററോളം ബാക്കി ഇനിയും കിടപ്പുണ്ട് ഗൈസ്. നമ്മൾ 61 ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ 20 മിനിറ്റ് ഉണ്ടെങ്കിലും നമ്മളിത് കറക്റ്റായിട്ട് ഇത്ര ഓടിക്കുക എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് കിട്ടും കേട്ടോ. സോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കളിച്ച് നോക്കുക, എന്തായാലും ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ പെട്രോൾ പമ്പ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്, കാരണം വണ്ടിയിൽ ഓൾറെഡി ഡീസൽ നമ്മളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്രോൾ അടിക്കുന്നില്ല. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ വണ്ടിക്ക് വലിവ് കുറവാണ് ഗൈസ്. അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ പുതിയ വണ്ടികൾ മേടിക്കാൻ പറ്റും. അപ്പോൾ വണ്ടിയുടെ വലിവ് കൂടുന്നതായിരിക്കും. ഇതാണ് വണ്ടിയുടെ 360 ഡിഗ്രി നമ്മൾ നോക്കുവാണെങ്കിൽ വണ്ടി ഒരു അടിപൊളി ലുക്കായിട്ടോ. സോ 360 ഡിഗ്രി നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾറെഡി ഒരു വണ്ടി നമ്മളിപ്പം മൊത്തത്തിൽ ഫോക്കസ് ചെയ്ത് റൗണ്ട് ചെയ്ത് കറക്കും കേട്ടോ. മൊത്തത്തിൽ നമുക്ക് 6 വണ്ടി ഉണ്ടെന്ന് എൻ്റെ ഒരു ഉദ്ദേശം. ഞാനും കറക്റ്റായിട്ട് നോക്കുന്നില്ല. 6-5 വണ്ടി ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ. സോ നമ്മൾ ഈ വണ്ടികൾ കൊണ്ടാണ് പോവേണ്ടത്. ഇവർ പറയുന്ന മാപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കും, എങ്ങോട്ടാണ് പോവേണ്ടത്, ഏത് വഴിക്കൊക്കെ പോവേണ്ടത് എന്നുള്ളത് കാണിക്കും. നമുക്ക് പിന്നെ ഇനി അടുത്ത് വരുന്നത് ഫസ്റ്റ് നമുക്കൊരു നമ്മൾക്കൊന്ന് ഉറങ്ങണം. ഇനി അടുത്ത സെറ്റപ്പ് ഉറങ്ങാനുള്ള നമ്മളൊരു സ്ഥലം നോക്കുന്നുണ്ട് ഗൈസ്. നമ്മളിവിടെ നേരെ നമ്മൾ ഇൻഡിക്കേറ്റർ തിരിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലം കേട്ടോ. ഉറങ്ങാനുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 50 രൂപ 25 രൂപ അങ്ങോട്ട് പേ ചെയ്യണം. പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് വാങ്ങാൻ ഒരു റൂം നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ വണ്ടി വളയ്ക്കാൻ നല്ല പാടാണ് കേട്ടോ ഗൈസ്. ഇത് സത്യം പറഞ്ഞ് ഈ വണ്ടിയുടെ ഒറിജിനൽ നമ്മളെ നാട്ടിൽ ഓടിച്ചുകൊണ്ട് കിടക്കുന്ന ചേട്ടന്മാരെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെയുള്ള ചേട്ടന്മാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവരും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഈ വണ്ടി നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല പാടാട്ടോ ഈ വണ്ടി വളയ്ക്കാൻ. ഇതെങ്ങനെ കൊണ്ട് കിടക്കുന്നു എന്ന് എനിക്കറിയില്ല. സോ ഗെയിമിലായതുകൊണ്ടാണോ ഇത്ര പാട്, അല്ല ഒറിജിനലി വണ്ടിക്ക് ഇത്ര പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ളവരടുത്തൊന്ന് ചോദിക്കുക, അറിയാമെന്നുള്ളൊരു വീഡിയോ കാണുവാണെങ്കിൽ അതിൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമ്മളിവിടെ ഒരു $50 കൊടുക്കുന്ന സമയത്ത് നമുക്ക് റൂം റെൻറ്റ് കിട്ടും. നമ്മൾ ഇവിടെ കുറച്ച് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഇത് കൂടുതൽ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കണ്ണ് അടഞ്ഞു പോകും, സ്ക്രീൻ ഇങ്ങനെ അടഞ്ഞു പോകുന്നതായിട്ട് കാണിക്കും. അതേപോലെ തന്നെ വിശപ്പ് നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇവർ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു സാധനം കാണിക്കും കേട്ടോ. വിശപ്പ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു ടൈം 100 ഉണ്ട്. അതേപോലെ തന്നെ ഡിന്നർ കഴിക്കേണ്ട 32 ഉള്ളൂ. അപ്പോൾ നമ്മളിത് പോകുന്ന വഴിക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണം കേട്ടോ. അതായത് ഫുഡും കഴിക്കണം, അതേപോലെ ഉറക്കം വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് കുറേ അപശബ്ദങ്ങൾ നമ്മളെ വയറ്റിനകത്ത് നിന്ന് കേൾക്കുന്ന പോലെ ഇതിനകത്ത് കേട്ടോണ്ടിരിക്കും. നമ്മൾ അതേപോലെ തന്നെ ഉറങ്ങി റൂം എടുത്ത് നമ്മൾ താമസിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ ഒരു സ്റ്റെപ്പും കൂടെ ഈ ഗെയിം ഞാൻ 2ാമത്തെ പ്രാവശ്യം കളിച്ചായിരുന്നു ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷം. അപ്പോഴാണ് എനിക്ക് ഈ സംഭവം മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ വണ്ടി വളയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി വളയ്ക്കാൻ നല്ല പാടാണ്. ഫസ്റ്റ് ഞാൻ റിവേഴ്സ് ഫുള്ളും എടുത്തിട്ട് വീണ്ടും തിരിച്ച് ഓടിച്ച് മറച്ചിയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് ഗൈസ്. അപ്പോൾ ഇത് സത്യത്തിൽ ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇനി ഇത് ഗെയിമിലായതുകൊണ്ടാണോ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ പോരാഞ്ഞിട്ട് എനിക്ക് സ്റ്റിയറിംഗ് ഒന്നും അത്ര വലിയ വശമായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹോട്ടലിൽ കിടന്ന് നല്ലപോലെ ഇട്ട് പാടുപെടുക കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത് നമ്മളെ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫാക്ടറി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് പലതും കഴിക്കണം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് പണിയുണ്ടാകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശബ്ദങ്ങൾ വയറ്റിനകത്ത് നമ്മുടെ ആഹാരം കഴിക്കാത്ത ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന ശബ്ദമൊക്കെ നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഒറിജിനാലിറ്റി ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി എടുത്ത് നമ്മൾ
ഒരു സത്യം പറഞ്ഞാൽ റോഡൊക്കെ അത്യാവശ്യം ഇപ്പോൾ എൻ്റെ വീഡിയോക്കകത്ത് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇത് അതായത് എനിക്ക് എൻ്റെ ഇത് സ്ക്രീൻ റെക്കോർഡ് അത്ര ക്ലാരിറ്റി ആയിട്ട് ഡൗൺലോഡ് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഒരു ഇത് നല്ല ഒരു 4K വിഷ്വൽസ് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ആപ്പ് അറിയാമെങ്കിൽ സോ നിങ്ങളെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കളയാൻ പറ്റുന്ന ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിലും കൂടെ എനിക്കൊന്ന് പറയാം കേട്ടോ. ആപ്പോ വെബ്സൈറ്റോ എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. സോ ഞാൻ ഈ ഫീൽഡൊക്കെ ആദ്യമായിട്ട് ആയതുകൊണ്ട് എനിക്കിതിനെ പറ്റിയുള്ള വലിയ പിടുത്തങ്ങളൊന്നും ഇല്ല. സോ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർ കൂടുതലായിട്ട് ഇത് കമൻറ്റ് ചെയ്യുക. പിന്നെ വോയിസിന് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസിന് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ വോയിസ് ക്ലിയർ ആവണമെന്നില്ല, കാരണം ഞാൻ മൈക്കിലല്ല സാധാ നമ്മുടെ ഫോണിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. വോയിസ് റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം ഫോണിനകത്താണ്. സോ അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടാകും. പിന്നെ നമ്മളിപ്പോൾ നേരെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് വണ്ടി ഓട്ടിക്കുമ്പോൾ റെസ്റ്റ് എടുക്കാം, സംസാരിക്കുന്നത് എനിക്ക് റെസ്റ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മളിവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയം കേട്ടോ. ഇവിടെ നമ്മൾ 10 രൂപ പേ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടും. ഫുഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ 32 നേരത്തെ കൊടുക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ, കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യാം. ഓൾറെഡി ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഏകദേശം ഒരു 16 മിനിറ്റോളം ഈ ഒരു ഗെയിം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കളിക്കുന്നുണ്ട്. 16 മിനിറ്റ് ആട്ടോ ഒരു സ്റ്റേജിന് വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ ചെല്ലുന്തോറും നമ്മൾ അടുത്ത സ്റ്റേജിന് തുറക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ വേറെ വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കൂടും, വണ്ടിയുടെ വലിവ് കൂടും. നമ്മുടെ ഈ വണ്ടിക്ക് കുറച്ച് വലിവ് കുറവാട്ടോ, ആക്ച്വലി ഈ വണ്ടിക്ക് വലിവ് കുറവാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ നല്ലപോലെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ലൈറ്റ് ഇട്ടുള്ള പോക്കേ നടക്കുകയുള്ളൂ. നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ ഇനി കമ്പനിലോട്ട് പോകാം. നമുക്കിനി വേറെ ഒന്നും നോക്കാനില്ല. ഇനി നമ്മൾ തിരിച്ച് ഇറങ്ങാൻ നേരത്തെ ഒരു ടോൾ ഉണ്ടാവും. അവിടെ നമ്മൾ ഈ നേരത്തെ ടോൾ പാസ് കാണിക്കാൻ പോവുക. എന്നിട്ട് നേരെ നമുക്ക് ഇനി കമ്പനിയിലോട്ട് പോയാൽ മതി. അയ്യോ, ഇനി ഗൈസ് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ നേരെ കളിയാണ് കേട്ടോ. Turn the engine on and go. I've been picking up some steam when I'm moving through the scenes. Put the fire in the hole. When I touch it, turn the cold. Calculating every step. I'll be focused on my goals. I'll be getting in the zone. Always on the go. ഇതാണ് കേട്ടോ ഗൈസ്, രാത്രി നമ്മുടെ വണ്ടി ക്യാബിനകത്ത് മൊത്തം ഒരു ലൈറ്റ് സെറ്റപ്പായിട്ട് തോന്നുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഈ വീഡിയോ ഞാൻ എടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓൺ വോയിസിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ലോങ് വീഡിയോ ആയിട്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് വീഡിയോ ഒന്നുമല്ല. അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് തുടക്കം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഗെയിമിംഗ് വീഡിയോ എങ്ങനെ ഉണ്ടെന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത് നമ്മൾ ഈ ഒരു ഇതിൻ്റെ തന്നെ ബാക്കി എപ്പിസോഡ് വേണോ അതോ ഇനി വേറെ ഗെയിം കളിക്കണമെന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രോൾ പാസ്, നമ്മളിപ്പോൾ ട്രോളിൻ്റെ എൻഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാസ് നേരത്തെ കാണിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഗേറ്റ് തുറന്നു തരും. നമ്മളിവിടെ നേരെ പോകാം കേട്ടോ. അപ്പോൾ ഈ ഗെയിമിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഈ ഓപ്പണായിട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കഴിഞ്ഞ് പോകുന്നത്. അതായത് നിങ്ങൾ നേരത്തെ കണ്ടു കാണും നമ്മുടെ ഇതില്ലേ ട്രോളിൻ്റെ അകത്ത് ഇതിൻ്റെ കോൺക്രീറ്റ് ഇടിക്കുന്നതിൻ്റെ അകത്തൂടെയൊക്കെ നമ്മൾ കയറി പോകുന്നത്. സോ അങ്ങനെയുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ എന്തായാലും ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ലോ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ വേറെ ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ഏത് ഗെയിമാണ് കളിക്കാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ ഇത് ഡിസൈഡ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഒട്ടുമിക്കുള്ള എല്ലാവരും പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന ഗെയിമുമില്ല, ഞാൻ കളിച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇടുന്നതായിരിക്കും. സോ ഗായ്സ്, പിന്നെ ഇവിടെ നമ്മൾ ഇനി നേരെ പോകുന്നത്, ഇനി നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററോളമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് പോകാനായിട്ട്. ഈ വണ്ടി വളയ്ക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര പാടാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ നമുക്കിനി കമ്പനിയിലോട്ട് പോകാനായിട്ട്. നമ്മൾ ഈ കമ്പനിയെ കൊണ്ടുവന്ന് ഈ സാധനം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബില്ലും വണ്ടിയുടെ വെയിറ്റ്, റെസിപ്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിന് നമുക്ക് കിട്ടും കേട്ടോ. വെച്ചിട്ട് നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ. ഈ ഗെയിമിൽ കുറച്ചൊക്കെ നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ കിട്ടും. നിങ്ങളെല്ലാവരും പറ്റുന്ന എല്ലാവരും ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഗെയിം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സോ ഇല്ലാതെ നമുക്ക് വേറെ ഗെയിം നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കൂട്ടത്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വീഡിയോ കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു സിഗ്നൽ അവിടെ നമുക്ക് എന്തായാലും പെറ്റി കിട്ടിയിട്ടില്ല. സിഗ്നൽ ഗ്രീനായിരുന്നു, കയറി വന്നപ്പോൾ നമുക്ക് പെറ്റി കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഈ രാത്രി ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ക്ലാരിറ്റി കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ചുറ്റും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ എനിക്ക് ഒരു എന്താ പറയുക, എനിക്ക് ഗെയിം അത്രത്തോളം കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വോയിസിനോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും നമുക്കിനി പോകാനുള്ള ഒരു 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിലോട്ട് പോകാനായിട്ട്. When I touch a turn of cold, calculating every step, I'll be focused on my goals. I be getting in the zone, always on the go, on a different mode. I be getting in the zone, I got a different tone, I'm on a higher note. Yeah, I'm bending all of myself, I know I gotta double down, accumulating my wealth. ഇവിടെ എത്തിയോടെ നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നത് വീണ്ടും ഒരു സിഗ്നലാണ്. ഞാൻ ഇടത്തോട്ട് വണ്ടി പിടിച്ചിട്ടാണ് വലത്തോട്ട് പിടിക്കുന്നത്. ഈ സമയത്ത് എനിക്കൊരു പെറ്റി കിട്ടുന്നുണ്ട്, കാരണം നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഗ്രീൻ സിഗ്നൽ വരുന്നതിന് മുമ്പേ നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളാം കേട്ടോ, പരിപാടി. അപ്പോൾ ഇതിനെക്കാട്ടും വേറെ നല്ല ഗെയിമുണ്ട് കേസ്, എനിക്കറിയില്ല. കുറച്ചുകൂടെ ഒറിജിനാലിറ്റി തോന്നുന്നതും നമുക്ക് ലോ MBയിൽ കളിക്കാൻ പറ്റുന്നതും ഒരുപാട് ഇത് എന്താ പറയുക, ഇതൊരു ഓഫ്ലൈൻ ഗെയിം കേട്ടോ. നമുക്കിതിനകത്ത് ഓൺലൈൻ്റെ ആവശ്യമൊന്നുമില്ല, ഓഫ്ലൈൻ ഗെയിമാണ്. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഗെയിമാണ് കേട്ടോ. അപ്പോൾ എനിവേ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം മറക്കല്ലേ ഗൈസ്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എന്തുമാത്രം പാടുപെട്ട് ഒരു സ്ക്രീനിൽ കൊടുക്കുമ്പോൾ ഫോണിൻ്റെ സ്പേസ് പോകുന്നതും അതേപോലെ തന്നെ വീഡിയോ നമ്മൾ ഇടുമ്പോഴുള്ള MB പോകുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. സോ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ഈ എത്രത്തോളം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന സാധനത്തിൻ്റെ വെയിറ്റ്, വണ്ടിയുടെ വെയിറ്റ്, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ എനിക്കിവിടെ എത്തുമ്പോഴത്തേക്ക് എന്തോ ബഗ്ഗാവുക സ്റ്റക്കാവുക അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. വണ്ടി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകില്ലായിരുന്നു. ഗൈസ്, നമ്മൾ ഒരുവിധം വണ്ടി പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ വണ്ടി അവിടെ എന്തോ സ്റ്റക്കായതുകൊണ്ടായിരിക്കാം. സോ നമ്മൾ വണ്ടിയിൽ നമുക്ക് വേണമെങ്കിൽ സ്പീഡൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ 60 എന്ന് എഴുതിയിരിക്കുന്ന സാധനം നമുക്ക് മേളിലോട്ട് താഴോട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലായിട്ട് പോകുന്നതായിരിക്കും. പിന്നെ വണ്ടിക്കകത്ത് നമുക്ക് റേഡിയോ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, നമ്മൾ ചാനലൊക്കെ മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മൾ പാർക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് നേരത്തെ ഒരു ബില്ലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബില്ലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ള ഒരു കണക്കൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. പാർക്ക് ചെയ്യുന്ന ഫസ്റ്റ് എനിക്ക് പച്ച കത്തിയിട്ടും ഞാനും ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. സോ പിന്നെ നമ്മൾ ബാക്കിലോട്ട് റിവേഴ്സ് ഇട്ടിട്ട് നമ്മൾ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പാർക്ക് ചെയ്ത് കറക്റ്റ് പച്ച എത്തുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ നമ്മളെ സാലറി ഡീറ്റെയിൽസ് വരും. നമുക്ക് $5200 കേട്ടോ ഫസ്റ്റ് വരുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.